السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നരകത്തിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2-3 പുസ്തകങ്ങളും ഒരു റിസാലയും അവലംബിച്ചുകൊണ്ട് അതിൽ നിന്ന് സംഗ്രഹിച്ചെടുത്ത ചില കാര്യങ്ങളാണ് ആയത്തുകളുടെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത്. നരകത്തിൽ എത്തുന്ന, അതിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളെ 2 തരമായി പണ്ഡിതന്മാർ വിഭജിച്ചത് കാണാം. ഒന്ന്, ശാശ്വതമായി നരകത്തിൽ താമസിക്കേണ്ടി വരുന്ന, അതിലേക്കെത്തിക്കുന്ന കാര്യങ്ങൾ. അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കുഫ്ർ, ഷിർക്ക്, നിഫാഖ്, അവിശ്വാസം, ബഹുദൈവ വിശ്വാസം, കടുത്ത കുഫ്ർ ഉൾക്കൊള്ളുന്ന കാപട്യം, ഈ 3 സംഗതികളാണ്. രണ്ടാമത്തെ ഇനം, ഈ 3 വലിയ കുറ്റങ്ങളില്ലാത്ത തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകളെ തന്നെ നരകത്തിലേക്ക് എത്തിച്ചേക്കാവുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന മറ്റു ചില തിന്മകളുണ്ട്. അതാണ് ആ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ തൗഹീദ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും അതിൽ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ ഷിർക്കും കുഫറും നിഫാഖും അല്ലാത്ത മറ്റൊരുപാട് തിന്മകൾ വിശ്വാസികളായ ആളുകളിൽ കടന്നു വരാം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ അവൻ കാഫറായി മാറി, മുശ്രിക്കായി മാറി. എന്നാൽ തൗഹീദിൽ നിലകൊള്ളുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പാപങ്ങളും നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ അതിൽ ചിലത് മാത്രം ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം ആ തിന്മകളെ സംബന്ധിച്ച് അത് പ്രവർത്തിക്കുന്ന ആളുകൾ നരകത്തിലാണ് എന്ന് പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഇതിന്റെ അർത്ഥം ഇതല്ലാത്ത മറ്റ് പാപങ്ങളൊന്നും ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നല്ല. മറിച്ച് നരകത്തെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശത്തോടുകൂടി ഖുർആനും ഹദീസും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അശ്ശബഉൽ മൂബിഖാത്ത്, നശിപ്പിച്ചു കളയുന്ന 7 കാര്യങ്ങൾ ആണ്. മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ മുഹ്ലിക്കാത്ത് എന്നാണ് അർത്ഥം. അതായത് നമ്മളെ നരകത്തിലെത്തിച്ച് നശിപ്പിക്കുന്ന 7 വൻപാപങ്ങൾ. ഈ വൻപാപങ്ങൾ തന്നെ 7ൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അത് 10 കണക്കിന് വേറെ ഉണ്ട് എന്നത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ വൻപാപങ്ങളായി ഈ പറഞ്ഞ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ള 7 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ശിർക്കാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. രണ്ടാമതായി എണ്ണി പറഞ്ഞിട്ടുള്ളതും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിലെ ഇബാദുർ റഹ്മാന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ ഗൗരവപൂർവം എടുത്തു പറഞ്ഞിട്ടുള്ള 3 തിന്മകളുണ്ട്. അതാണ് ശിർക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ തിന്മകളായി പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ശിർക്ക്, രണ്ടാമത്തേത് വ്യക്തികളെ, ആളുകളെ കൊല്ലൽ, മൂന്നാമത്തേത് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല, വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയില്ല. അപ്പൊ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കടുത്ത തിന്മയായി ഖുർആന്റെ സൂചനയനുസരിച്ചും ഹദീസിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ആളുകളെ കൊല്ലുക എന്നതാണ്. രണ്ടാമത്തേത് വ്യഭിചാരമാണ്. ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് അന്യായമായി ആരെയും കൊല്ലാൻ പാടില്ല. അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ എന്ന വ്യത്യാസമില്ല. എന്നാൽ വിശ്വാസികളായ ആളുകളെ ന്യായമല്ലാത്ത നിലക്ക് കൊലപ്പെടുത്തുന്നത് നരകത്തിൽ ശാശ്വതമായി താമസിക്കേണ്ടി വരുന്ന കടുത്ത കുറ്റമാണ് എന്ന് ഖുർആൻ വിശദീകരിച്ചതായി നമുക്ക് കാണാം. സൂറത്തുൻ നിസായിലെ 92-93 വചനങ്ങളിൽ മനഃപൂർവ്വം ഒരാൾ മുസ്ലിമായ വിശ്വാസിയായ ഒരാളെ കൊന്നാൽ ചെയ്യേണ്ടുന്ന അതിൻ്റെ പരിഹാരമാർഗങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. 93-ാമത്തെ വചനത്തിൽ, ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാത്തതിന് സമയമില്ലാത്തതുകൊണ്ടാണ്, അതിനോട് ചേർന്ന് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ മനഃപൂർവ്വം കൊന്നാൽ അവന്റെ പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും? അതാണ് 93-ാമത്തെ വചനത്തിൽ പറയുന്നത്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അളീമ. എല്ലാം ഗൗരവമുള്ള കാര്യങ്ങളാണ്. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊല ചെയ്താൽ ഫജസാഉഹു ജഹന്നം, അവനുള്ള പ്രതിഫലം നരകമാണ്, ജഹന്നമാണ്. ഖാലിദൻ ഫീഹ, അതിൽ ശാശ്വതനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എക്കാലവും നരകത്തിലായിരിക്കും. വഗളിബ അല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ മേൽ കോപിച്ചിരിക്കുന്നു. വലഅനഹു, അവനെ അള്ളാഹു ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ശപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു അകലെയാക്കുക, അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്ത് നൽകാതിരിക്കുക എന്നതാണ്. വഅഅദ്ദ ലഹു അദാബൻ അളീമ, അവന് ഭയങ്കരമായ ശിക്ഷ അള്ളാഹു തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നരകമുണ്ട്, അതിൽ ശാശ്വതനാണ്, അള്ളാഹുവിന്റെ കോപമുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട്, പിന്നെ ഭയങ്കരമായ ശിക്ഷയുണ്ട്. 5 കാര്യങ്ങൾ ഈ ഒരൊറ്റ ചെറിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ നിന്ന് വിശദീകരണമില്ലാതെ തന്നെ ഇതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. അബദ്ധത്തിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാൽ മനഃപൂർവ്വമല്ലാതെ കൈപ്പിഴ കൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ ആണെങ്കിലാണ്, അങ്ങനെ കൊന്നാലാണ് നേരത്തെ പറഞ്ഞ നഷ്ടപരിഹാരം, അതുപോലെ തന്നെ അടിമയെ മോചിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മനഃപൂർവ്വം കൊന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് പരലോകത്ത് നരകശിക്ഷയും ഈ പറഞ്ഞ 5 കാര്യങ്ങൾ അവനുണ്ട് എന്നത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൽ പൊതുവെ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ നമുക്ക് കാണാം. എന്നാൽ അത്ര തന്നെ ശതമാനമില്ലെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലും നിസ്സാരമായ കാര്യങ്ങൾക്ക് സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ അയൽപക്ക തർക്കങ്ങളോ കുടുംബപരമായ പ്രശ്നങ്ങളോ രാഷ്ട്രീയമായ പ്രശ്നങ്ങളോ ഒക്കെ ഇത്തരം കാരണങ്ങളാൽ സഹോദരന്മാർ തമ്മിലും ബന്ധുക്കൾ തമ്മിലും അയൽവാസികൾ തമ്മിലും ഒരു നാട്ടുകാരായ ആളുകളും ഒരേ പള്ളി മഹല്ല് കമ്മിറ്റികളുമായി ഒക്കെ ബന്ധപ്പെടുന്ന ആളുകൾ തമ്മിൽ പോലും മുസ്ലിങ്ങൾക്കിടയിലും കൊലപാതകങ്ങൾ നടന്നു വരുന്നു. ഇത് ഒരിക്കലും ഭൂഷണമല്ല, വളരെ വലിയ കടുത്ത ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മയായി ഖുർആനിൽ നിന്നും ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന
ഒരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരുത്തന്റെ രക്തം, ഒരു വിശ്വാസിയുടെ രക്തം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞവന്റെ രക്തം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ രക്തം ചിന്താൻ പാടില്ല, അത് പവിത്രമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഖുർആനും ഹദീസും വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഇവിടെ കളങ്കമേൽപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യങ്ങളുണ്ടായാലും മറ്റൊരുത്തന്റെ രക്തം ചിന്തുകയോ അവന്റെ ജീവൻ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. മറ്റൊരാളെ കൊല്ലുക എന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒരു വിശദീകരണം കാണാം. ആളെ കൊല്ലുന്നതിൽ ഏറ്റവും കടുത്തത് സ്വന്തം മക്കളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല്ലുക എന്നതാണ്. ഇത് ജാഹിലിയത്തിൽ നടന്നിരുന്നു. ഇപ്പോഴും മുസ്ലിംകളായ ആളുകളിൽ പോലും കൂടുതൽ കുട്ടികൾ ഉണ്ടായി പോകുമോ, അങ്ങനെ വന്നാൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭയം കാരണത്താൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തി കൊല നടത്തുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളിലും ഇല്ലാതില്ല. അത് ഏറ്റവും വലിയ കൊലയിൽ ഏറ്റവും കടുത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യവും നരകം പേടിക്കുന്ന ആളുകൾ സൂക്ഷിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, ഇതിന്റെ തന്നെ മറ്റൊരു വശമായി ഖുർആനിലെ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൽ ആത്മഹത്യയെ സംബന്ധിച്ചും പറഞ്ഞത് കാണാം. ആത്മഹത്യയും ഈ പരീക്ഷാ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ വിചാരിച്ചത്ര A+ കിട്ടാത്തതിന്റെ പേരിൽ, അതുപോലെ അല്ലെങ്കിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ, ഉദ്ദേശിച്ച കോഴ്സ് കിട്ടാത്തതിന്റെ പേരിൽ, ഉദ്ദേശിച്ച വിവാഹം നടക്കാത്തതിന്റെ പേരിൽ, ഇങ്ങനെ പലതരത്തിലും ആത്മഹത്യകൾ വിദ്യാർത്ഥികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒന്നും കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആത്മഹത്യയും ഉണ്ടാകാൻ പാടില്ല. വിശ്വാസിയാണെങ്കിൽ അവൻ ഒരിക്കലും നിരാശനാവുകയില്ല. എല്ലാ പരീക്ഷണങ്ങളും അവൻ തനിക്ക് അനുകൂലമാണ് എന്ന് കണക്കാക്കുകയും ശ്രമിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ പ്രതീക്ഷ ഇല്ലാത്ത നിരാശരായ ആളുകൾ മാത്രമേ ആത്മഹത്യയിലേക്ക് പോവുകയുള്ളൂ. രോഗം വേറെ, രോഗം എന്നാൽ ആത്മഹത്യ, ആ മനസ്ഥിതിയുള്ള രോഗമുള്ള ആളുകൾ ഉണ്ടാകാം, അത് വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദത്തുഹു ഫീ യദിഹി യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ഒരാൾ ഒരു ഇരുമ്പിന്റെ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ നടത്തിയാൽ അവൻ പരലോകത്ത് നരകത്തിൽ ജഹന്നമിന്റെ തീയിൽ അവൻ ആ ഇരുമ്പ് എന്തുപയോഗിച്ചാണോ അവൻ ആത്മഹത്യ ചെയ്തത് ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവന്റെ വയറ്റിൽ കുത്തിക്കൊണ്ടേയിരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫീഹ, ശാശ്വതനായും ശാശ്വതനാക്കപ്പെട്ട നിലയിലും. മതിയാക്കിയില്ല, അബദൻ എന്നെന്നും. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു ഫഹുവ യതഅസ്സാഹു ബിനാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹ അബദ. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തവൻ നരകത്തിൽ ശാശ്വതനായി എന്നെന്നും ശാശ്വതനാക്കപ്പെട്ട നിലയിൽ അവൻ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും. വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹ അബദ. ഒരു മലമുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തവൻ നരകത്തിൽ ശാശ്വതനായി ശാശ്വതമാക്കപ്പെട്ടവനായി എന്നെന്നും അവൻ ചാടി മരിച്ചുകൊണ്ടിരിക്കും. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വേറെയും പദവ്യത്യാസത്തോടു കൂടി റിവായത്തുകൾ കാണാവുന്നതാണ്. അതായത് ദുനിയാവിൽ എങ്ങനെ 3 രീതിയാണ് ഇവിടെ പറഞ്ഞത്. ഇത് ആത്മഹത്യ രീതി പഠിപ്പിക്കാനല്ല. ഇതുപോലെ നബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല രീതികളും ഇപ്പം ഒന്നുണ്ട്. കാരണം പുതിയ പുതിയ സംവിധാനങ്ങൾ, പുരോഗതികൾ ആത്മഹത്യാ രംഗത്തും പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോ ഏത് ഉപയോഗപ്പെടുത്തിയാലും ശരി, ആത്മഹത്യ ചെയ്തവൻ അതേ പ്രവൃത്തി പരലോകത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. എവിടെ? ഫീ നാരി ജഹന്നം, നരകത്തിൽ. ഇനി മറ്റൊരു വിഷയം, മറ്റൊരാളെ കൊല്ലുക, സ്വന്തം മക്കളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല്ലുക, അതുപോലെ തന്നെ സ്വയം ജീവൻ അപകടപ്പെടുത്തുക, ആത്മഹത്യ ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ആയത്തിലും ഹദീസിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഖാലിദൻ എന്നാണ്. മുഖല്ലദൻ എന്ന ഹദീസിൽ പറഞ്ഞു.
ഖുർആനിൽ ഖാലിദൻ ഫീഹ, ഹദീസിൽ മുഖല്ലദൻ എന്നും അബദൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെന്നും അവൻ നരകത്തിലായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിർക്കും കുഫറും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിൽ ശാശ്വതനാണ്. എന്നാൽ ഈ ആത്മഹത്യ ചെയ്തവൻ അല്ലെങ്കിൽ ഈ കൊല നടത്തിയവൻ തൗഹീദുള്ളവനാണ് എന്ന് വിചാരിക്കുക. അയാൾ ഈ ആയത്തിലെയും ഹദീസിലെയും പ്രയോഗമനുസരിച്ച് ഏതെങ്കിലും കാലത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നമുക്ക് കാണാം. കാരണം തൗഹീദുള്ളവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ തൗഹീദുള്ള ആളാണ് കൊല നടത്തിയതെങ്കിൽ പോലും ഖുർആനിന്റെയും ഹദീസിന്റെയും പരാമർശത്തിലുള്ളത് ഖാലിദൻ മുഖല്ലദൻ ഫീഹ എന്നാണ്. അപ്പൊ അതെങ്ങനെ രണ്ടും പൊരുത്തപ്പെടും? ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ശാശ്വതമായി അവൻ നരകത്തിൽ തന്നെ താമസിക്കേണ്ടി വരും. കാരണം അത്രക്ക് കടുത്ത തിന്മയാണ് കൊല ചെയ്യുക, ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആയത്തുകളിൽ നിന്ന് ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത് അങ്ങനെയാണ്. എന്നാൽ തൗഹീദുള്ള ഈമാനിന്റെ ഒരു പൊടി, ഒരൽപ്പം ഹൃദയത്തിലുള്ള ആളുകളെയെല്ലാം അള്ളാഹു നരകത്തിൽ നിന്ന് ശിക്ഷാ കാലാവധിക്ക് ശേഷം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു ഒരു പിടുത്തം, ഒരു വാരൽ വാരി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അവസാനത്തേതായി എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഈ ആളുകളും രക്ഷപ്പെട്ടേക്കാം എന്നൊരു പ്രതീക്ഷ ചില പണ്ഡിതന്മാർ പുലർത്തിയിട്ടുണ്ട്. ഉറപ്പ് പറഞ്ഞതായി കണ്ടിട്ടില്ല. ഇനി ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം എന്നൊരു പ്രതീക്ഷ. എന്തുകൊണ്ട്? തൗഹീദുണ്ട് എന്നതുകൊണ്ട്. അപ്പൊ നോക്കൂ, ഈ ഒരു പ്രതീക്ഷയിൽ നിർത്തി ഉറപ്പ് പറയാൻ കഴിയാത്ത കാര്യം ആകുന്ന നിലക്ക് ശാശ്വതമായി നരകത്തിലാണ് എന്ന് പറയുമ്പോൾ കൊലയുടെ, ആത്മഹത്യയുടെ ഗൗരവം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം വ്യഭിചാരമാണ്. മൂന്നാമത്തെ എന്നാൽ ഒരു നിലയ്ക്ക് രണ്ട് എന്ന് പറയാം. ഒന്ന് വധം, ആത്മഹത്യ കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ അതൊന്ന്. രണ്ടാമത്തേത് വ്യഭിചാരം. സൂറത്തുൽ ഫുർഖാനിൽ ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. മൂന്നാമത്തെ കാര്യം ശിർക്ക് ചെയ്യാത്ത, കൊല നടത്താത്ത, വ്യഭിചരിക്കാത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് പലപ്പോഴും ചോദിക്കുമായിരുന്നു, നിങ്ങളിൽ ആരാണ് വല്ല സ്വപ്നവും രാത്രി കണ്ടത്? അങ്ങനെ ആളുകൾ കണ്ട സ്വപ്നം വിശദീകരിച്ചു കൊടുക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിച്ചു. അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, ആരും സ്വപ്നം കണ്ടിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ അടുക്കൽ രണ്ടാളുകൾ വന്നു. അവർ രണ്ടുപേരും എന്റെ കൈ പിടിച്ചു. അങ്ങനെ ഒരു പരിശുദ്ധ താഴ്വരയിലേക്ക്, ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഒരു നീണ്ട ഹദീസാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവും നരകവും അതിലുള്ള ചില ആളുകളെയും കണ്ട അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസ്. അതിൽ പറയുന്ന ഒരു വിഷയം ഈ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടത് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി നരകത്തിലെ ഒരു നമ്മുടെ അപ്പച്ചൂള എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ ഉണ്ടാകുന്ന അടുപ്പ്, അല്ലെങ്കിൽ തന്തൂരി അടുപ്പ് പോലുള്ള മുകൾ ഭാഗം ഇടുങ്ങിയതും താഴ്ഭാഗം വിശാലമായതുമായ ഒരു അടുപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതിന്റെ താഴ്ഭാഗത്ത് തീ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ചില ആളുകളുണ്ട്. ഈ തീ ഉയരുന്നതിനനുസരിച്ച് അവരും അതിൽ പൊങ്ങി വരുന്നു. പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. തീ അണയുമ്പോൾ അവർ താഴോട്ട് പോകുന്നു, വീണ്ടും തീ പൊങ്ങുന്നു. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നഗ്നന്മാരായ ചില പുരുഷന്മാരും ചില സ്ത്രീകളും ഈ അടുപ്പിലുണ്ട്, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പ്. തെന്നൂർ എന്നാണ് ഇതിൽ ഉപയോഗിച്ച വാക്ക്. തെന്നൂർ എന്നത് സാധാരണ അടുപ്പിന് തെന്നൂർ ഉപയോഗിക്കില്ല. തീ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനാണ് തെന്നൂർ എന്ന് ഉപയോഗിക്കുക. അപ്പൊ ഇത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മലക്കുകളോട് ചോദിച്ചു, എന്താണിത്, ആരാണിത്? എന്നാൽ 3-4 സംഗതി ഇതിൽ പറയുന്നുണ്ട്. അപ്പോഴൊന്നും മലക്കുകൾ മറുപടി പറയുന്നില്ല. അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മലക്കുകൾ മറുപടി പറയുന്നത്. അപ്പൊ അവസാനം ഈ ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി, വല്ലദീ റഅയ്തുഹു ഫിസ്സഖബി ഫഹുമുസ് സുനാത്ത്, നീ ആ തന്നൂറിൽ, ആ അടുപ്പിന്റെ ചൂളയിൽ, ഗുഹയിൽ കണ്ട ആളുകൾ വ്യഭിചാരികളാകുന്നു എന്ന് നബിയെ കൊണ്ടുപോയ മലക്കുകൾ നബിയോട് മറുപടി പറഞ്ഞു. അപ്പൊ വ്യഭിചാരം എത്ര കടുത്തതാണെന്നും അതിന് നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ എന്താണ് എന്നതും ഹദീസുകളിൽ പലതും വന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ
ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൊല, രണ്ടാമത്തേത് വ്യഭിചാരം. ഇത് രണ്ടിന്റെയും അടിസ്ഥാന കാരണം എന്തെന്ന് ചോദിച്ചാൽ പണം ഉണ്ടാക്കണം, സുഖിക്കണം. സുഖിക്കുന്നത് എന്തിനാണ്? വ്യഭിചാരത്തിലും സുഖമായി ജീവിക്കാനും വേണ്ടി. അവൻ ഈ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എക്കാലത്തും ഉണ്ട്, ഇന്നും സമൂഹത്തിലുണ്ട്. അത് മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട്, അല്ലാത്തവർക്കിടയിലുമുണ്ട്. പഴയതിനേക്കാൾ പുതിയ പേരുകളിൽ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വ്യഭിചാരം നിയമപരമായി അനുവദിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട്. രണ്ടുപേർ ഉഭയകക്ഷി സമ്മതത്തോടുകൂടി നിയമപരമല്ലാത്ത, വിവാഹിതരല്ലാത്ത നിലയിൽ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ അത് കുറ്റകരമല്ലാത്ത രാജ്യങ്ങളുണ്ട്. എന്നാൽ ബലാത്സംഗം മാത്രം കുറ്റകരമായി കാണുന്ന രാജ്യങ്ങളുണ്ട്. സ്വവർഗരതി അനുവദിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ രണ്ടുപേരുടെയും ഉഭയ സമ്മതത്തോടു കൂടിയാണെങ്കിലും, അതല്ല ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും, ആണും പെണ്ണും തമ്മിലാണെങ്കിലും, ആണും തമ്മിലോ പെണ്ണും തമ്മിലോ ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞ വ്യഭിചാരത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇത് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി വരുന്നു. അത്തരം തിന്മകളിൽ ഒരിക്കലും നമ്മൾ അകപ്പെടാൻ പാടില്ല. അത്തരം തിന്മകളിലേക്ക് അടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ, പാട്ടുകൾ, അതുപോലെ തന്നെ സിനിമകൾ, സൈറ്റുകൾ, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വിശ്വാസി അകന്നു നിൽക്കേണ്ടതുണ്ട്. കാരണം ഹറാമിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളും ഹറാം തന്നെയാണ്. നാലാമത്തേത് പലിശ. ഇത് നേരത്തെ പറഞ്ഞ ശബുൽ മുബിഖാത്തിൽ എണ്ണിയിട്ടുള്ള വിഷയമാണ്. പലിശ തിന്നുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാൻ 130, 31, 32 വചനങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ അദ്ഹാഫൻ മുളാഅഫ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ വത്തഖുന്നാര അല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ വഅതിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. ഇവിടെ പലിശയുടെ ഇനങ്ങളിൽ ഒരു തരത്തിലുള്ള പലിശയെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ പലിശ തിന്നാൻ പാടില്ല. എന്തിനാണ് തിന്നരുത് എന്ന് പറയുന്നത്? അള്ളാഹിനെ സൂക്ഷിക്കണം. എന്തിന്? നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി. പിന്നെ പറയുന്നത് വത്തഖുന്നാറല്ലത്തി ഉഇദ്ദത് ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ്. അപ്പൊ പറഞ്ഞതിനർത്ഥം പലിശ വാങ്ങുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തയ്യാറാക്കിയിരിക്കുന്നത്. സൂറത്തുൽ ബഖറ 275 വചനം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പലിശ വാങ്ങി അത് തിന്നുന്ന ആളുകൾ പരലോകത്ത് എഴുന്നേറ്റ് വരികയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ കമാ യഖൂമുല്ലദീ യതഹബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധ നിമിത്തം പിശാച് മറിച്ചു വീഴ്ത്തുന്ന ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയല്ലാതെ. അതെവിടെയാണ് സംഭവിക്കുന്നത്? പരലോകത്താണ്. എന്നിട്ട് ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് കാണാം ഫൗലായിക അസ്ഹാബുന്നാർ. ഈ പലിശ തിന്നുന്ന ആളുകൾ, പലിശ വാങ്ങുന്ന ആളുകൾ, അവർ നരകത്തിന്റെ ആളുകളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ. അവർ അതിൽ ശാശ്വതരാണ്. ഇവിടെയും ശാശ്വതരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോ പലിശയും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വട്ടിപ്പലിശ പലതരത്തിലുള്ള പേരുകളിൽ നടന്നു വരുന്നു. ജ്വല്ലറികളിലും കടകളിലുമൊക്കെ ഒന്നായി ഒരു സംഖ്യ കൊടുക്കുകയും മാസം തോറും നിശ്ചിത പൈസ അതിൽ നിന്നുള്ള ആദായമായി കൈപ്പറ്റുകയും ചെയ്യുന്നു. അതിന്റെ ലാഭവും നഷ്ടവും പരിഗണിക്കാതെ ഇങ്ങനെ ഒരുപാട് കടകൾ, ഇപ്പോൾ ജ്വല്ലറി ഒരു 2 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യ ജ്വല്ലറിയിൽ ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അയാൾക്ക് മാസം തോറും ഒരു 5000 രൂപ തിരിച്ചു കിട്ടുന്നു. ലാഭവിഹിതമാണ് എന്നാണ് വെപ്പ്. എന്നാൽ ഇത് പലിശയുടെ ഇനമാണ്. കാരണം അവിടെ ലാഭത്തിനും നഷ്ടത്തിനും അനുസരിച്ച് ഏറ്റക്കുറവ് സംഭവിക്കുന്നില്ല. ലാഭം കൂടുതലുണ്ടായാലും ഇവന് കിട്ടുന്നത് 5000 നഷ്ടം സംഭവിച്ചാലും ഇവന് 5000 കിട്ടുന്നു. അപ്പോൾ നിശ്ചിതമായ സംഖ്യ ലാഭനഷ്ടങ്ങളുടെ ശതമാനം കണക്കാക്കി അല്ലെങ്കിൽ രണ്ടിന്റെയും പങ്കുവഹിക്കാത്ത നിരക്ക് കൈപ്പറ്റുന്ന ഇടപാടുകൾ. ഇതിൽ സാധാരണക്കാരും മൗലവിമാരും കിതാബോധിയവരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. അതുപോലെ പലിശക്ക് പണം വായ്പ വാങ്ങുന്ന ആളുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ, മക്കളെ കെട്ടിക്കാൻ, വീടുണ്ടാക്കാൻ, വാഹനം വാങ്ങാൻ, അങ്ങനെ ലോൺ എടുത്ത് വാഹനം എടുക്കുന്ന ആളുകൾ, ഇവിടെ ഒക്കെ പലിശയുടെ ഇടപാട് വരുന്നു. പണയം, അവിടെ പലിശന്റെ ഇടപാട് വരുന്നു. കുട്ടികളെ പഠിപ്പിക്കാൻ ലോൺ എടുക്കുന്നു. കുട്ടി ഉണ്ടോ ഇല്ലേ എന്ന് അറിയാതെ, പക്ഷെ നമുക്ക് മെസ്സേജ് വരും. എന്താണ്? നിങ്ങൾ വിഷമിക്കേണ്ട, ഇന്ന കോഴ്സിന് ഇത്ര പൈസ ഇത്ര കാലം കൊണ്ട് അടച്ചാൽ മതി. ഇതൊക്കെ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ
ഖുർആനിൽ ചില ആളുകൾ ന്യായീകരിക്കും, പലിശ തിന്നുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പൂർവ്വകാല ജൂതക്രിസ്ത്യാനികളായ ആളുകൾ അവർ പലിശ തിന്നുക മാത്രമല്ല അത് സ്വീകരിച്ചു എന്ന് തന്നെ ഖുർആൻ അവരെ കുറിച്ച് ആക്ഷേപിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലിശ തിന്നൽ മാത്രമല്ല, പലിശ ഉപയോഗിക്കുക എന്ന് പറയുന്നതും കുറ്റകരമാണ് എന്ന് ഖുർആനിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നത്തിൽ പറയുന്ന മറ്റൊരു വിഷയം, ഈ രണ്ട് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലാ നഹരിൻ മിൻ ദമിൻ, ഒരു രക്തത്തിന്റെ പുഴ, പുഴയിൽ വെള്ളമല്ല രക്തമാണുള്ളത്, ഒരു രക്തപ്പുഴയുടെ അടുത്തേക്ക്, നരകത്തിലുള്ള രക്തത്തിന്റെ ഒരു പുഴയുടെ അടുക്കലേക്ക് നബിയും ഈ രണ്ട് മലക്കുകളും എത്തി. ആ പുഴയിൽ ഒരാളുണ്ട്, വേറെ ചില രവായത്തിൽ അതിന്റെ വക്കത്തുണ്ട് എന്നാണ്. പിന്നെ അതിന്റെ കരയിൽ ഒരാൾ നിൽക്കുന്നു. ഒന്ന് പുഴയിലാണ്, വേറൊരാൾ അതിന്റെ കരയിലുണ്ട്. കരയിലുള്ള ആളുടെ അടുക്കൽ കല്ലുകളുണ്ട്. ഈ രക്തപ്പുഴയിലുള്ള ആള് അയാൾ കരയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കരയിൽ ഉള്ള വ്യക്തി ഈ കല്ലുകളെടുത്ത് അദ്ദേഹത്തിന്റെ കരയിലുള്ള ആൾ കല്ലെടുത്തുകൊണ്ട് കരയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആളുടെ വായിലേക്ക് കല്ലുകൊണ്ട് എറിയുന്നു. ഫറദ്ദഹു ഹൈദു കാന, അവൻ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നിടത്തേക്ക് ഈ ഏറുകൊണ്ട് ഇവൻ തിരിച്ചു പോകുന്നു. ഏറ് വായയിലേക്കാണ്. വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണിവർ എന്ന് ചോദിച്ചു. അവസാനം മലക്കുകൾ മറുപടി പറഞ്ഞു, അവരാരാണ്? പലിശ തിന്നുന്ന ആളുകളാകുന്നു. അപ്പൊ നോക്കൂ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പലിശ വാങ്ങുന്ന ആളുകൾക്ക് നരകത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ ഇനത്തെ സംബന്ധിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഗൗരവമേറിയ കാര്യമാണ് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. ഇതിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളും പങ്കാളികളാകുന്നു. ജീവനക്കാരെ, സർക്കാർ ജോലിക്കാരായിരുന്നാലും അല്ലാത്ത ആളുകളാണെങ്കിലും അതിൽ പലിശ വരാവുന്ന മേഖലകളുണ്ട്. ഇപ്പോ PF, പ്രോവിഡന്റ് ഫണ്ട്, ഇത് നിശ്ചിത എണ്ണം ആളുകൾ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോലും PF വേണമെന്നാണ് സർക്കാർ നിയമം. അപ്പോ ഈ PF-ന്റെ ഫണ്ടിൽ നിന്ന് അതിൽ പണം നിശ്ചിത അളവിൽ കൂടുതൽ നിർബന്ധമായും അതിലിടേണ്ടതൊരു കണക്കുണ്ടാവും സർക്കാരിന്റെ നിയമം അനുസരിച്ച്. അതിൽ കൂടുതൽ പണമിടുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് പലിശ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ PF-ലുള്ളതാണെങ്കിലും പലിശയാണ്. പിന്നെ അതിൽ നിന്ന് ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒരു വർഷം അടച്ചതും നമുക്കതിലേക്ക് വന്ന പലിശയും അതിന്റെ കണക്ക് നമ്മൾ സൈറ്റിൽ നോക്കിയാൽ കിട്ടും. പക്ഷെ ഇതൊന്നും ആരും പരിശോധിക്കാറില്ല. ഈ കൊല്ലത്തെ പലിശ അടുത്ത വർഷമാകുമ്പോൾ നമ്മുടെ മൂലധനത്തിലേക്ക് ചേർക്കപ്പെടുന്നു. അപ്പൊ അവസാനം ഒരാൾ നോക്കുമ്പോൾ കിട്ടുന്നത് എന്താ? ആ കൊല്ലത്തെ പലിശ മാത്രമേ കിട്ടുള്ളൂ കണക്ക് നോക്കിയാൽ. അപ്പൊ അതിന്റെ മുമ്പത്തൊക്കെ നമ്മളെ മൂലധനത്തിൽ പെട്ടു. അപ്പൊ ഇത് നോക്കിയിട്ട് ഒരാൾ ഇതൊക്കെ എന്റെ സ്വത്താണ്, ഈ അവസാന വർഷം ഈ കാണിക്കുന്നത് ഇത് മാത്രമേ എന്റെ പലിശ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ അതിന്റെ മുമ്പത്തെ പലിശ മുഴുവൻ ഇയാൾ തിന്നുക. ഇതൊന്നും വിവരമുള്ള കിതാബ് ഓതിയ ആളുകൾ പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്ത് വേണം? ഓരോ കൊല്ലവും നമ്മുടെ ക്രെഡിറ്റ് ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ ഓരോ വർഷത്തെയും പലിശ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ അത് ഒഴിവാക്കി നമ്മുടെ സ്വത്ത് മാത്രം ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ പല രീതികളിൽ പലിശ തിന്നുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തുമായി കൂടിക്കരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നു. അഞ്ചാമത്തേത് യതീമിന്റെ സ്വത്ത് ഭക്ഷിക്കുക എന്നതാണ്. ഇതും ഖുർആൻ ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. അല്ലാഹു പറയാൻ, യതീമിന്റെ സമ്പത്ത് തിന്നുന്ന ആളുകൾ ദുൽമൻ, അക്രമമായി തിന്നുക എന്ന് പറഞ്ഞാൽ അല്ലാത്ത വകുപ്പുകൾ ഉണ്ടാകാം. ഒരാൾ യതീമിന്റെ സ്വത്ത് സംരക്ഷിക്കുന്നു, അയാൾക്ക് സ്വന്തമായി വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്നും എടുക്കാതിരിക്കലാണ് ഖൈറ്. എന്നാൽ ഈ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി അയാൾ അധ്വാനവും സമയമൊക്കെ അയാൾ ചെലവഴിക്കുന്നു എങ്കിൽ തന്റെ ജീവിതത്തിന് വേണ്ടി അതിൽ നിന്ന് ആവശ്യമായത് എടുക്കാം എന്നത് ഇസ്ലാം തന്നെ അനുവദിച്ചിട്ടുള്ള വിഷയമാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ പലപ്പോഴും യതീമിന്റെ സ്വത്തുകൾ അന്യായമായി അക്രമമായി കീശയിലാക്കുന്ന ആളുകളാണ് പലപ്പോഴും എളാപ്പമാരും മൂത്താപ്പമാരും അമ്മാവന്മാരും ബന്ധുക്കളായ ആളുകളും ഒക്കെ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുള്ളത്. അങ്ങനെ തിന്നുന്ന ആളുകൾ, ഒരു പൈസയാണെങ്കിൽ ഒരു പൈസ അന്യായമായി കൈക്കലാക്കുന്ന ആളുകൾ, അല്ലെ? ഇപ്പൊ സർക്കാർ തന്നെ സുരക്ഷിതമായ നിയമങ്ങൾ കൊണ്ടുവന്നത് കാണാൻ സാധിക്കും, അല്ലെ? ചെറിയ മക്കളാണെങ്കിൽ അവരുടെ സ്വത്ത് 18 അവരുടെ പേരിലുള്ള വല്ലതുണ്ടെങ്കിൽ 18 വയസ്സ് വരെ കൈകാര്യം ചെയ്യാൻ പാടില്ല. സർക്കാരിന്റെ കണക്കിന് 18 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്
ഈ സ്വത്ത് കുട്ടിക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ കിടക്കുകയാണ്. ആറാമത്തേത് നേരത്തെ പറഞ്ഞ ഷബുൽ മുബിഖാത്തിൽ എണ്ണിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിലെ 15-16 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ. ഇതും മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇനി എപ്പോഴെങ്കിലും ഉണ്ടായാൽ, അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് പലയിടത്തും അങ്ങനെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ജിഹാദുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന് അനിവാര്യമാകുന്ന ഘട്ടത്തിൽ അതിലേക്ക് പോകാതിരിക്കുന്നത് കുറ്റകരമാണ്. യുദ്ധക്കളത്തിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അനിവാര്യ ഘട്ടത്തിൽ മറ്റുള്ളവരെയെല്ലാം അപകടത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്റെ ജീവൻ മാത്രം നോക്കി യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറയുന്നത് കുറ്റകരമാണ് എന്ന് ഖുർആൻ ഈ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഖുർആൻ ആ ആയത്തിന്റെ അവസാനം സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായിട്ടാകുന്നു അവൻ തിരിച്ചുപോയത്. യുദ്ധക്കളത്തിൽ നിന്ന് അവൻ പോകുന്നത് അള്ളാഹുവിന്റെ കോപവുമായിട്ടാണ്. ജഹന്നം വബിഇസൽ മസീർ, അവന്റെ സങ്കേതം നരകമാണ്, അതെത്ര മോശപ്പെട്ടതാകുന്നു. എന്നാൽ യുദ്ധത്തിന്റെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്മാറാം, അല്ലെങ്കിൽ ഒരു ഭാഗത്തിൽ നിന്ന് വേറെ ഭാഗത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ബാച്ചിൽ നിന്ന് വേറെ ബാച്ചിലേക്ക് പോകാം, അത് അനുവദനീയമാണ് എന്ന് ഇതേ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അതും സ്വന്തം ജീവനല്ല, മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ സുരക്ഷയാണ് പരിഗണിക്കേണ്ടത് എന്നത് ഈ ആയത്ത് വ്യക്തമാക്കുന്നു. ഏഴാമത്തെ കാര്യം, ഷബുൽ മുബിഖാത്തിന്റെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ചില ഹദീസുകളിൽ രണ്ടാമതായി എണ്ണിയ വിഷയം അസ്സിഹ്റു എന്നതാണ്. സിഹ്ർ പഠിക്കുക, പഠിപ്പിക്കുക, അത് ചെയ്യുക, അത് ചെയ്യിപ്പിക്കുക, ഇതെല്ലാം നരകത്തിലെത്തുന്ന കാര്യമാണ്. ഇത് മാത്രമല്ല, ഇത് കുഫ്ർ കൂടിയാണ്. ഇത് നേരത്തെ പറഞ്ഞ ഷിർക്ക് കുഫ്ർ എന്ന ഇനത്തിൽപ്പെടുന്നതാണ്. അപ്പൊ ഒരു മുസ്ലിം ഇത്തരം ഒരു കാര്യം ചെയ്താൽ അവനിൽ കുഫ്റുണ്ട്, അവൻ കാഫറായി മാറുന്നു, അവൻ ശാശ്വതനായി നരകത്തിന്റെ ആളായി തീരും. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനത്തിൽ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു, സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫ്ർ ചെയ്തിട്ടില്ല, എന്നാൽ പിശാചുക്കളാണ് കുഫ്ർ പ്രവർത്തിച്ചത്. എന്താ കാരണം? യുഅല്ലിമുന അന്നാസ സിഹ്റ, അവർ ജനങ്ങളെ സിഹ്ർ പഠിപ്പിച്ചു. അപ്പൊ സിഹ്ർ പഠിപ്പിച്ചതിലൂടെ പിശാചുക്കൾ അല്ലെങ്കിൽ തന്നെ കാഫിര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ചേർത്ത് പറഞ്ഞു പിശാചുക്കളാകുന്നു കാഫറായത്. എന്താ കാരണം? അവർ ജനങ്ങളെ സിഹ്ർ പഠിപ്പിച്ചു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ. സിഹ്ർ പഠിക്കലും കുഫറാണ്. അതിനെന്താ തെളിവ്? ഇവർ ഹാറൂത്തും മാറൂത്തും സിഹ്ർ പഠിപ്പിച്ചിട്ടില്ല ആരെയും. ഇങ്ങനെ പറയാതെ സിഹ്ർ പഠിപ്പിച്ചു, അള്ളാഹു പറഞ്ഞയച്ചതനുസരിച്ച് പരീക്ഷണമായി. പക്ഷേ പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പഠിപ്പിക്കുന്നു, പക്ഷെ നിങ്ങൾ പഠിക്കരുത്. ഇന്നമാ നഹ്നു ഫിത്ന, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഫിത്നയായി ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചതാണ്. ഞങ്ങൾ പഠിപ്പിക്കും, പക്ഷെ നിങ്ങൾ പഠിക്കാൻ പാടില്ല. ഫലാ തക്ഫുർ, നിങ്ങൾ അവിശ്വാസികളാകരുത്, നീ അവിശ്വാസിയാകരുത് എന്ന് പറഞ്ഞാൽ പഠിച്ച് അവിശ്വാസിയാകരുത്. അപ്പൊ പഠിപ്പിക്കുന്നത് ശിർക്കാണ്, കുഫറാണ്, പഠിക്കുന്നതും കുഫറാകുന്നു. ഇത് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത് സിഹ്ർ. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം എന്ന വിഷയമാണ്. ഈ രണ്ട് ആയത്തുകൾ പണ്ഡിതന്മാർ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും അവരോട് എതിരോ ധിക്കാരമോ പ്രവർത്തിക്കാൻ പാടില്ല എന്നും വിശദീകരിക്കാൻ ഈ ആയത്തുകൾ തെളിവാക്കിയതായി നമുക്ക് കാണാം. ഇതും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നമ്മളൊക്കെ മനസ്സിലാക്കുക, വിശ്വാസികളാണ്, തൗഹീദിന്റെ ആളുകളാണ്. പക്ഷേ പലരും അല്ലെങ്കിൽ ചിലരെങ്കിലും മാതാപിതാക്കളുമായി സ്വത്തിന്റെ വിഷയത്തിലോ, അല്ലെങ്കിൽ ഒരുത്തന് കൊടുത്തു മറ്റൊന്ന് കൊടുത്തില്ല, അല്ലെങ്കിൽ ഓനാ സ്ഥലം കൊടുത്തു ഇവനീ സ്ഥലം കൊടുത്തു, അല്ലെങ്കിൽ അവനെ അങ്ങനെ നോക്കി ഇവനെ ഇങ്ങനെ നോക്കി ഇന്നങ്ങനെ നോക്കിയില്ല, ഓൻ അങ്ങനെ പഠിപ്പിച്ചു ഇന്നങ്ങനെ പഠിപ്പിച്ചില്ല, ഇതൊക്കെ കുടുംബത്തിലുള്ള വിഷയങ്ങൾ, ബാപ്പയും മക്കളും തമ്മിൽ ഇത്തരം വിഷയങ്ങളുടെ പേരിൽ മാതാപിതാക്കളുമായി അകന്നു നിൽക്കുന്ന, അവരോട് ചെയ്യേണ്ടുന്ന കടമകൾ പാലിക്കാതെ അകന്നു കഴിയുന്ന, അവർ പറയുന്നതിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, എതിര് പ്രവർത്തിക്കുന്ന മതപരമായ വിഷയത്തിലല്ല, അള്ളാഹ് പറഞ്ഞതിനെതിര് പാപ്പയും പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ മറ്റു കാര്യങ്ങളിൽ ഇങ്ങനെ പിണങ്ങിയും അതുപോലെ തന്നെ ധിക്കാരം പ്രവർത്തിച്ചും ഒരു ശത്രുതയോടുകൂടി പെരുമാറുന്ന അവസ്ഥകളൊക്കെ ചിലരിലെങ്കിലും ചില കുടുംബങ്ങളിലെങ്കിലും നമുക്ക് കാണാം. ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, എത്രയും പെട്ടെന്ന് നമ്മളത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം വളരെ കടുത്ത കബായിറിൽപ്പെട്ട വിഷയമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോട് പാലിക്കേണ്ടുന്ന മര്യാദകൾ എന്ത് എന്നത് പഠിപ്പിച്ചതിന്റെ ഗൗരവവും നമ്മൾ ചേർത്ത് വായിക്കുക. 10ാമത്തെ കാര്യം, അൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം.
എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് റമസാൻ എന്ന മുക്കുക എന്ന വാക്കിനർത്ഥം. എന്താണ് ഇത് റമൂസ് എന്ന പേര് കിട്ടാൻ കാരണം എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അവനെ ഈ സത്യം പാപത്തിൽ മുക്കുന്നു, അതായത് പാപിയാക്കി മാറ്റുന്നു. തെറ്റിനു വേണ്ടിയാണ് ഈ സത്യം ചെയ്യുന്നത്, കള്ളത്തരത്തിലാണ് സത്യം ചെയ്യുന്നത്. അങ്ങനെ അതിലൂടെ അവനെ ഈ കള്ളസത്യം അവനെ നരകത്തിലും മുക്കുന്നു. അതുകൊണ്ടാണ് അൽ യമീനുൽ ഗമൂസ്, പാപത്തിലും നരകത്തിലും മുക്കിക്കളയുന്ന സത്യം എന്ന് പേര് കിട്ടിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. എന്താണത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മൽ യമീനുൽ ഗമൂസ് ഖാല അല്ലദീ യഖ്തതിഉ മാല ഇംറിഇൻ മുസ്ലിമിൻ ഹുവ ഫീഹാ കാദിബ്. കളവ് പറഞ്ഞുകൊണ്ട് കള്ളസത്യത്തിലൂടെ വേറൊരുത്തന്റെ സ്വത്ത് യഖ്തതിഉ മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, മുറിച്ചെടുക്കാനാൽ മുറിക്കാതെ വലിച്ചെടുത്താലൊക്കെ കണക്കന്നെ. കള്ളസത്യത്തിലൂടെ തെറ്റായ മാർഗത്തിലൂടെ അന്യന്റെ സ്വത്ത് കൈക്കലാക്കുന്ന ആളുകൾ. 11, ഹിജ്റ പോകേണ്ടുന്ന അനിവാര്യ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും പോകാൻ സാധ്യമായിരുന്നിട്ടും ഹിജ്റ പോകാതിരിക്കുക എന്ന് പറയുന്നത് കടുത്ത തിന്മയാണ്, നരകത്തിലേക്ക് എത്തുന്ന വിഷയമാണ് എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നിസായിലെ 97 മുതൽ 99 വരെയുള്ള 3 ആയത്തുകളിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഹിജ്റ പോകാൻ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ പോകണം. ചില ദുരാരോപണങ്ങൾ നമ്മെക്കുറിച്ച് പല ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോകണമെന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ആരോപണവും അള്ളാഹുമായി പരലോകത്ത് കാണാം എന്ന് മാത്രം. എന്നാൽ ഈ പറഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനിവാര്യമാവുകയും പോകാൻ സാധ്യതയുണ്ടാവുകയും പക്ഷേ ഭൗതികമായ ചില താല്പര്യങ്ങൾ മുൻനിർത്തി പോകാതിരിക്കുകയും ചെയ്ത ചില ആളുകൾ മക്കയിലുണ്ടായിരുന്നു. ആ ആളുകൾ ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ നിർബന്ധത്തിന് വഴങ്ങി പങ്കെടുക്കേണ്ടി വന്നു. അവർ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാണ്? ഇവരെ ഒരു മനുഷ്യമറയാക്കി നിർത്താൻ. അങ്ങനെയുള്ള ആളുകളിൽ ചിലർ അവിടെ വെച്ച് മരിക്കേണ്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അവരോട് ചോദിച്ച ചോദ്യവും അതിന് അവർ നൽകിയ മറുപടിയും അതിന് മലക്കുകൾ നൽകുന്ന മറുപടിയുമാണ് ഈ ആയത്തുകൾ ഉള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരണം ആവശ്യമുള്ള ആളുകൾ ഈ ആയത്ത് പരിശോധിക്കുക. സൂറത്ത് നിസായിലെ 97 മുതൽ 99 വരെയുള്ള ആയത്തുകൾ. കാരണം നിങ്ങൾ എന്തേ ഹിജ്റ പോകാതിരുന്നത് എന്ന് മലക്കുകൾ ചോദിച്ചപ്പോൾ അവർ മറുപടി, ഞങ്ങൾ ഭൂമിയിൽ ദുർബലന്മാരായി ഗണിക്കപ്പെടുന്ന ആളുകളായിരുന്നു. അപ്പൊ അള്ളാഹിന്റെ മറുപടി എന്താ? അള്ളാഹിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്നാണ്. ഇത് പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യം. ഈ കാര്യം മനസ്സിലാക്കാത്ത ചില ആളുകൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇത് കഴിഞ്ഞു പോയൊരു സംഭവമാണ്, പരലോകത്ത് നടത്തുന്ന കാര്യമല്ല. ആ മരണരംഗത്ത് വെച്ച് മലക്കുകൾ അവരോട് ചോദിച്ചൊരു ചോദ്യം, ഭൂമി വിശാലമായിരുന്നില്ല, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ? ഇവരുടെ സങ്കേതം നരകമാകുന്നു, അതത്ര മോശം. എന്നിട്ട് അടുത്ത ആയത്ത് പറയുന്നത് ഹിജ്റ പോകുന്നതിൽ നിന്ന് ഒഴിവുള്ള ദുർബലന്മാരായ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും പ്രായം ചെന്ന ആളുകളും സ്ത്രീകളും കുട്ടികളും അടിമകളുമായ ആളുകളെ സംബന്ധിച്ചാണ്. അപ്പൊ സൂചിപ്പിക്കുന്നത് അത്തരം ഒരു ഘട്ടം വന്നാൽ ഞാൻ പോകൂല, ഇവിടെ തന്നെ നിൽക്കുള്ളൂ, എന്റെ വിശ്വാസം പോയാലും തിരക്കേടില്ല, ഞാൻ ഇവിടെ തന്നെ നാട് വിട്ടു പോകൂല എന്നാണെങ്കിൽ അത് കടുത്ത പാപമാണ്. അവരുടെ സങ്കേതം നരകമാകുന്നു. കാരണം അത് ഷിർക്കിലേക്കും കുഫ്റിലേക്കും എത്താവുന്ന വസീലയാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ കാര്യം വലാ, അതുപോലെ തന്നെ ബറാവും. ഇത് രണ്ടും നമ്മൾ ഒരുപാട് ഈ അടുത്ത കാലത്ത് കേട്ട വിഷയമാണ്. ഇസ്ലാമിനോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകളോട് ഏത് നിലക്കുള്ള ബന്ധമാകാം, ഏത് നിലക്കുള്ള ബന്ധമായിക്കൂടാ, രണ്ടും ഖുർആൻ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടിനെയും കൂട്ടിക്കുഴച്ച് ഇഹ്സാനും ബിർറും ഒക്കെ വലാ ആണ്, അല്ലെങ്കിൽ വലായിന്റെ ഭാഗമാണ് ബിർറും ഇഹ്സാനും എന്ന് പറഞ്ഞ് രണ്ടിനെയും കൂട്ടിക്കുഴച്ച് അവതരിപ്പിക്കുന്ന ചില സലഫികൾ എന്ന് പറയുന്ന ആളുകളെയും നമുക്ക് കാണാം. സൂറത്ത് ഹൂദിലെ 113ാമത്തെ വചനം, വലാ തർക്കനൂ ഇലല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ച ആളുകളിലേക്ക് നിങ്ങൾ ചായരുത്. ചായുക എന്ന് പറഞ്ഞാൽ മാനസികമായോ സാമ്പത്തികമായോ ശാരീരികമായോ അവരോട് കൂറും ആ കുഫറിനെ സഹായിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന തരത്തിലുള്ള വലാ, കൂറ് പുലർത്തുന്ന ഒരു ചായ്വ് നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ, അത്തരം ഒരു ചായ്വ് നിങ്ങൾ പ്രകടിപ്പിച്ചാൽ ഫതമസ്സകുമുന്നാർ, നരകം നിങ്ങളെ സ്പർശിക്കും. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് മിത്രങ്ങളായി ആരുമില്ല. സുമ്മലാ തുൻസറൂൻ, പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയുമില്ല. ഇതും ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വിഷയമാണ്. മുസ്ലിങ്ങൾക്കെതിരിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ മുസ്ലിങ്ങൾ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. 13, പ്രവാചകന്റെ പേരിൽ കളവ് പറയുക.
ഒരുപാട് ഹദീസുകളിൽ ഈ വിഷയം കാണാം. ലാ തക്ദിബു അലയ്യ, എന്റെ മേൽ നിങ്ങൾ കളവ് പറയരുത്. ഫഇന്നഹു മൻ കദബ അലയ്യ ഫയലിജിൻ നാർ, എന്റെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചത് തന്നെ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. മൻ ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബിൻ അലാ അഹദിൻ, എന്റെ മേൽ കളവ് പറയുക എന്നുള്ളത് വേറെ ഒരാളുടെ പേരിലും കളവ് പറയുന്നത് പോലെയല്ല. കാരണം നബിന്റെ പേരിൽ കളവ് ഉണ്ടാക്കിയാൽ എന്താ? ദീനാണ്, മതമായി സ്ഥാപിക്കുക. അപ്പൊ നബി പറയാത്തൊരു കാര്യം നബിന്റെ പറഞ്ഞുണ്ടാക്കിയാൽ ദീനായി ജനങ്ങൾ തിരിച്ചിരിക്കും. അപ്പൊ ഒരുപാട് ആളുകൾ ഭയക്കാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് മറ്റൊരാളെ കുറിച്ചും കളവ് പറയുന്നത് പോലെയല്ല എന്നെ കുറിച്ച് കളവ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മനഃപൂർവ്വം എന്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. ഇതും മതപണ്ഡിതന്മാരായ ആളുകൾ പോലും പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രവാചകന്റേതായി, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അവതരിപ്പിക്കുന്ന മതപണ്ഡിതന്മാരെയും മതപാർട്ടിക്കാരെയും ഒക്കെ നമുക്ക് കാണാം. നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന കടുത്ത വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇത് വലിയൊരു നുൽമാണ്. 14-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ സിൻഫാനി മിൻ അഹ്ലിൻ നാർ, 2 കൂട്ടം ആളുകൾ നരകത്തിലാണ്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളാണ്. 2 കൂട്ടരെയും ഞാൻ കണ്ടിട്ടില്ല, നബിന്റെ കാലഘട്ടത്തിലില്ല. ഒരു കൂട്ടം ആളുകൾ, അവരുടെ കയ്യിൽ ചില ചാട്ടവാറുകളുണ്ട്, പശുവിന്റെ വാലുകളെ പോലെ അവർ ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അന്യായമായി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്മാരായ ഭരണാധികാരികൾ, അവർ നരകത്തിലാണ്. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മാഇലാത്തുൻ റഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല. വേറൊരു കൂട്ടം സ്ത്രീകളുണ്ട്, ഉടുത്തവരാണ് ഉടുക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, എന്നാൽ വസ്ത്രം ധരിച്ചവരല്ല. ഒരു വിശദീകരണം ആവശ്യമില്ല. ഇന്ന് നമ്മുടെ കുടുംബത്തിലും ചിലപ്പോൾ നമ്മുടെ വീടുകളിലും വീടിന്റെ പുറത്തും അയൽവക്കത്തും അങ്ങാടിയിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും എവിടെ നോക്കിയാലും കാണുന്ന ഉടുത്തോ ഉടുത്തിട്ടുണ്ട്, ഉടുത്തിട്ടില്ല, ആ നിലക്ക് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ. അപ്പോ വസ്ത്രം ഉടുത്തവരാണ് ഉടുക്കാത്തവരാണ്. പിന്നെ ആകർഷിക്കുന്നവരും ആകർഷിപ്പിക്കുന്നവരും, ചായുന്നവരും ചായപ്പിക്കുന്നവരും, അതിനൊക്കെ പലതരത്തിലുള്ള വിശദീകരണങ്ങളും കാണാം. അവരുടെ തല ചായ്ക്കുന്നവരാണ്, അല്ലെങ്കിൽ തോള് ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചാഞ്ഞു ചെരിഞ്ഞ് നടക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്നവരും ആകർഷിപ്പിക്കുന്നവരാണ്. പല വ്യാഖ്യാനങ്ങളിലുണ്ട്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ. റൂസുഹുന്നക അസ്നിമത്തിൽ ബുഖ്തിൽ മായില. ബുഖ്തി എന്ന് പറഞ്ഞാൽ ഇരട്ടപ്പൂഞ്ഞയുള്ള ഒരു പ്രത്യേകതരം ഒട്ടകങ്ങളാണ്. ഈ ഇരട്ടപ്പൂഞ്ഞകളുള്ള ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ 2 ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നു. ഇതുപോലെ തലകൾ പൂഞ്ഞകളെപ്പോലെ ചെരിച്ച് കുലുക്കി അഹങ്കാരത്തോടു കൂടി സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകൾ, ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ ഗന്ധം ഇന്നെന്ന സ്ഥലത്തൊക്കെ എത്തും, എന്നാൽ അവർക്ക് അതിന്റെ ഗന്ധം പോലും അനുഭവിക്കാൻ സാധിക്കുകയില്ല. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, പലപ്പോഴും നമ്മൾ കേട്ടതാണ്. മുടി ബാക്കിൽ മടക്കി കെട്ടിവെച്ച് ഇങ്ങനെ ഉണ്ടയാക്കി, അല്ലെങ്കിൽ മൂർധാവിൽ മുടി ഉണ്ടയാക്കി കുത്തി നടക്കുന്ന സ്ത്രീകൾ ഇന്ന് സലഫികളായി അറിയപ്പെടുന്ന ആളുകളുടെ വീടുകളിൽ പോലും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരും മക്കളൊക്കെ ഉണ്ടാവും, പങ്ങന്മാരൊക്കെ ഉണ്ടാവും. ഇത് കാഫിര്യങ്ങളുടെ സംസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മുടി മടക്കി വെക്കാൻ പാടില്ല, നമസ്കരിക്കുമ്പോൾ ഏതായാലും മടക്കി കെട്ടാൻ പാടില്ല, അയച്ചിടണം എന്ന് പറഞ്ഞിട്ട്. പുറത്തേക്ക് പോകുമ്പോൾ ഏതായാലും പാടില്ല. എന്നിട്ടൊരു ഷാള് കൊണ്ട് ചുറ്റി കണ്ടാൽ തന്നെ ആരും നോക്കിപ്പോകുന്ന ഒരു ഗർവിന്റെ നടത്തം, ഇതൊക്കെ ഈ പറഞ്ഞതിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. 15 മൃഗങ്ങളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഗ്രഹണ നമസ്കാരം, സൂര്യഗ്രഹണ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് നിന്നു, പിന്നോട്ട് നിന്നു. പ്രവാചകൻ എന്തോ അങ്ങനെ പിടിക്കുന്നത് പോലെ കൈകൊണ്ട് കാണിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ നമസ്കാരത്തിൽ നിങ്ങൾ ഇങ്ങനെ എന്തോ പിടിക്കുന്നത് പോലെ കണ്ടല്ലോ, പേടിച്ചതുപോലെ കണ്ടല്ലോ, എന്താണ്? ദീർഘമായ ഹദീസാണ്, ഞാൻ എൻ്റെ ഈ ആവശ്യമുള്ള വശം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗം കണ്ടു, മുന്തിരിക്കൊല കണ്ടു സ്വർഗത്തിലെ, അത് പിടിക്കാൻ പോയതാണ്. നരകം കാണിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഒരു സ്ത്രീയെ, ബനീ ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ നരകത്തിൽ കണ്ടു. എന്താണ്? പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ, ഭൂമിയിൽ അതിനെ വിട്ടയച്ച്, ഭൂമിയിലെ പ്രാണികളും ജന്തുക്കളും ഒക്കെ തിന്ന് ജീവിക്കാൻ അനുവദിക്കാതെ അതിനെ കെട്ടിയിട്ട ഒരു സ്ത്രീ, ബനീ ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീ നരകത്തിൽ ഉള്ളതായി ഞാൻ കണ്ടു. അത് പച്ചാപ്പകല് നമസ്കാരത്തിൽ, സൂര്യഗ്രഹണത്തിന്റെ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാര്യമാണ്. നമ്മൾക്ക് അനുഭവപ്പെട്ടതുപോലെയാണ് നബി മുന്നോട്ട് പോയതും പിന്നോട്ട് വന്നതൊക്കെ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അപ്പൊ ഇതുപോലെ മൃഗങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾ, ഇനി അതല്ലാതെ തന്നെ നാൽക്കാലികളെ പീഡിപ്പിക്കുന്ന കാലിക്കച്ചവടക്കാരും, അറവിൽ പോലും ക്രൂരത കാണിക്കുന്ന ആളുകൾ, ചവിട്ടി വീഴ്ത്തുന്നവരും പെരടി ഒടിച്ചു വീഴ്ത്തുന്നവരും, അല്ലേ? അറക്കാനൊക്കെ എളുപ്പം ഒറ്റ തിരിച്ചാൽ പെരടി ആദ്യം കൊല്ലി പൊട്ടിയിട്ടാണ് മൃഗം കൊണ്ട് വീഴുകയാണ്, എന്നിട്ട് പിന്നെ ഒരു കത്തിങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ അറവുശാലകളിൽ സാധാരണയായി നടക്കുന്നതാണ്. ഇങ്ങനെയുള്ള പീഡനങ്ങൾ കോഴിക്കച്ചവടക്കാർ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. കടുത്ത
ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഭക്ഷണം കൊടുക്കാതിരുന്നു എന്നതാണ്. 16 രക്തബന്ധങ്ങൾ മുറിച്ചു കളയുക എന്നത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. രക്തബന്ധങ്ങൾ മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹഖ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട് എന്നാണ്. അരക്കെട്ടിൽ ഈ റഹിം എന്ന് പറഞ്ഞാൽ ഹാക്ക് കെത്രായിട്ടാണ്, റഹിമല്ല റഹിം, രക്തബന്ധം, ഗർഭപാത്രമാണ്. അത് അള്ളാഹുവിന്റെ ഹഖ്വിൽ പിടിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞ മറുപടിയും ഒക്കെ നമ്മളെമ്പാടും കേട്ടിട്ടുണ്ട്. നിന്നോട് ആരെ ബന്ധം ചേർക്കുന്നുവോ അവരോട് ഞാൻ ചേർക്കും, നിന്നോട് ആരെ ബന്ധം മുറിക്കുന്നുവോ അവരോട് ഞാനും ബന്ധം മുറിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമിനോട് പറഞ്ഞു എന്നാണ് ഹദീസിൽ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്ത് മുഹമ്മദിലെ 22-ാമത്തെയും 23-ാമത്തെ വചനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തബന്ധം വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയത്തും പ്രവാചകൻ അതോടൊപ്പം ഓതിക്കേൾപ്പിച്ചു. എന്നാൽ പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ അവലംബിച്ച പുസ്തകങ്ങളിൽ ഒന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീനിന്റെ മജാലിസ് റമളാൻ എന്ന് പറയുന്ന റമളാനിലെ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ചില വിഷയങ്ങളാണ്. അതിൽ ഷെയ്ഖ് ഉസൈമീൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽ പല ആളുകളുടെയും വിഷയം സങ്കടകരമാണ്. അവരിൽപ്പെട്ട പലരും സ്വന്തം മാതാപിതാക്കളോടും അതുപോലെ തന്നെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളോടും ബന്ധം മുറിച്ചു കളയുന്നു. എന്നിട്ട് അവരതിന് പറയുന്ന ന്യായം എന്താണ്? അവരെങ്ങോട്ട് ബന്ധം കാണിക്കുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് ബന്ധം ചേർത്ത് നോക്കി, പക്ഷെ അവരെങ്ങോട്ട് ബന്ധം കാണിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും ബന്ധം ചേർക്കൽ നിർത്തി. നമ്മൾ സാധാരണ പറയല്ല, ഓനിപ്പോൾ ഇങ്ങോട്ട് അങ്ങനെയാണ്, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് നിലനിൽക്കുന്നത്, ഓനിങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കും. അത് ജ്യേഷ്ഠനാണെങ്കിലും പെങ്ങന്മാരോടാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഇവിടെ ഷെയ്ഖ് ഉസൈമീൻ ഉദ്ധരിക്കുകയാണ്. ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിൻ അൽ വാസിലു അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ. പ്രത്യുപകാരമായി ബന്ധം ചേർക്കുന്നവൻ ബന്ധം ചേർക്കുന്നവനല്ല. യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മുറിച്ച ബന്ധത്തെ അങ്ങോട്ട് ചേർക്കുന്നവനാകുന്നു. ഇങ്ങനെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ, നമ്മളിൽ ആരാണ് ബന്ധം ചേർക്കുന്നത്? ഇപ്പൊ നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ പങ്ങൾ അല്ലെങ്കിൽ ബാപ്പ ഉമ്മ അടുത്ത ബന്ധുക്കൾ, അവർ നമ്മോട് ബന്ധം മുറിച്ചു പിണങ്ങിക്കഴിയുന്നു, ബന്ധമൊന്നുമില്ല വിചാരിക്കാം, നമ്മൾ കൂടി സന്ദർശിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് മിണ്ടുന്നില്ല, അങ്ങോട്ട് മിണ്ടില്ല, ഇങ്ങോട്ട് മിണ്ടിയാലേ അങ്ങോട്ട് മിണ്ടുള്ളൂ, ഇങ്ങോട്ട് വിളിച്ചാലേ അങ്ങോട്ട് വിളിക്കുള്ളൂ, ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ട് പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതെന്താ? മുക്കാഫി ആണ്. ഇങ്ങോട്ട് ചെയ്തതിന് പകരം അങ്ങോട്ട് കൊടുക്കലാണ്. അത് ബന്ധം ചേർക്കലല്ല. മറിച്ച് ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാത്തവനോട്, ഇങ്ങോട്ട് വിളിക്കാത്തവനോട്, ഇങ്ങോട്ട് സംസാരിക്കാത്തവനോട്, ഇങ്ങോട്ടൊന്നും ചെയ്യാത്തവനോട് നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവനെ കാണുന്നു, അവനോട് സംസാരിക്കുന്നു, അവന് കൊടുക്കേണ്ടത് കൊടുക്കുന്നു. അതാണ്. ഇങ്ങോട്ട് മുറിച്ചവനോട് അവന്റെ അവസ്ഥ അവന്റെ മനസ്ഥിതി നമ്മൾ നോക്കേണ്ടതില്ല. അവൻ മുറിച്ചത് അവിടെ മുറിഞ്ഞോട്ടെ, പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. അങ്ങനെ ബന്ധം ചേർക്കുന്നവൻ അവനാണ് ബന്ധം ചേർക്കുന്നവൻ. അല്ലാതെ ഇങ്ങോട്ട് വരുന്നതും കിട്ടുന്നതും പെരുമാറുന്നതും നോക്കിയിട്ട് പകരം ചെയ്യുന്നവൻ അവൻ മുക്കാഫി ആണ്. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് പകരം കൊടുക്കുന്നവരാണ്. അത് ബന്ധം ചേർക്കലല്ല. ഈ നിലക്ക് നമ്മൾ നമ്മെക്കുറിച്ച് പരിശോധിച്ച് നോക്കുക, നമ്മളൊക്കെ ബന്ധം മുറിച്ചിട്ടുണ്ടോ അല്ല ബന്ധം ചേർക്കുന്നുണ്ടോ. 17 കള്ളസാക്ഷ്യം. നബി സല്ലല്ലാഹു കള്ളസാക്ഷ്യം എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു കാര്യത്തിന് സാക്ഷി പറയൽ, അത് കള്ളസാക്ഷ്യമാണ്. അറിഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി, സത്യത്തിന് വിരുദ്ധമായി സാക്ഷ്യം പറയൽ, ഇതും കള്ളസാക്ഷ്യത്തിൽപ്പെട്ടതാണ്. രണ്ടും ഇന്ന് ലോകത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ഇടപാടുകളുടെ പേരിൽ, മത പാർട്ടികളിൽ ഒക്കെ പലതരത്തിലുള്ള കേസുകൾ നിലനിൽക്കുന്നു. ഇതിലൊക്കെ സത്യം നോക്കാതെ പാർട്ടി നോക്കി സാക്ഷ്യം പറയുന്നു, ഉള്ളതിന് വിരുദ്ധമായി. അല്ലെങ്കിൽ കാണാത്തത് കണ്ടു എന്ന് പറയുന്നത്, കേൾക്കാത്തത് കേട്ടു എന്ന് പറയുന്നു, അല്ലെങ്കിൽ കണ്ടതും കേട്ടതും വിരുദ്ധമായി പറയുന്നു. ഇതൊന്നും സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് കോടതി കയറാനോ കേസ് കൊടുക്കാനും ഒരു മടിയില്ല. അത് മതത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ കള്ളസാക്ഷ്യം പറഞ്ഞാൽ അത്തരം ആളുകൾ അവരുടെ സ്ഥിതി പരലോകത്ത് അവർക്ക് യൂജിബുല്ലാഹു ലഹുന്നാറ, അള്ളാഹു നരകം അവർക്ക് അനിവാര്യമാക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാക്കിയത്. 18 കൈക്കൂലി വാങ്ങൽ. കൈക്കൂലി വാങ്ങുന്നവനും അർറാഷി വൽ മുർത്തശി ബിന്നാർ. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇത് സ്വീകാര്യോഗ്യമാണ് എന്ന് ഹദീസ് നിരൂപകന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങുന്നവനും കൈക്കൂലി കൊടുക്കുന്നവനും ഫിന്നാർ, നരകത്തിലാകുന്നു. അതിൽ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അനുവദനീയമാകുന്ന ചില രംഗങ്ങളുണ്ട്. ഇനി അതല്ല, ഒരു നിലക്കത് കൈക്കൂലി ആവുകയില്ല. കൈക്കൂലി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ വിശദീകരിച്ചത് എന്താണ്? ന്യായമായ ഒരു കാര്യം കിട്ടാൻ വേണ്ടി അത് തടയപ്പെടുന്നു. നമുക്ക് കിട്ടേണ്ടുന്ന ഒരു കാര്യം അത് തടയപ്പെടുകയാണ് ഒരു കാരണവുമില്ലാതെ. നമുക്കത് അർഹതപ്പെട്ടതാണ് എങ്കിൽ
അത് കിട്ടാൻ ചിലപ്പോൾ ഒരുത്തൻ പൈസ കൊടുക്കേണ്ടി വന്നാൽ അത് കൈക്കൂലിയല്ല. ഇന്നിപ്പോൾ സർക്കാർ ആവശ്യങ്ങളിലൊക്കെ നടക്കുന്നതാണ്. നമുക്ക് ന്യായമായും ഒരു നിയമതടസ്സം ഇല്ലാത്ത കാര്യം ചെയ്തു തരില്ല, എന്തെങ്കിലും അതിൻ്റെ കൂടെ വെച്ചു കൊടുത്താലല്ലാതെ. അത് കൈക്കൂലിയല്ല, കാരണം അതൊക്കെ നമുക്ക് അർഹതപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ന്യായമല്ലാത്ത ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ശരിയാക്കുക, അതെന്താണ്? അതാണ് കൈക്കൂലി. നമുക്ക് അർഹതപ്പെട്ടതല്ല. ഇനി തിരിച്ച് നമ്മുടെ മേൽ അനിവാര്യമായ ഒരു കാര്യം ചിലപ്പോൾ അടക്കേണ്ട ഫീസാവും, അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കൊടുക്കുക, അതും എന്ത് തന്നെയാണ്? കൈക്കൂലി തന്നെയാണ്. പല ഫത്വകളും ആവശ്യത്തിൽ കാണാം. 20-ാമത്തേത് പിന്നെ ജനങ്ങൾക്കിടയിൽ ന്യായവിരുദ്ധമായി വിധി പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുളാത്തു സലാസ, ജഡ്ജിമാർ 3 തരത്തിലാണ്. വാഹിദുൻ ഫിൽ ജന്ന വസ്നാനി ഫിന്നാർ. ഒരു ജഡ്ജി സ്വർഗത്തിലാണ്, 2 ജഡ്ജിമാർ നരകത്തിലാണ്. ആരാണ് സ്വർഗത്തിലുള്ള ആള്? അയാൾ സത്യം മനസ്സിലാക്കുകയും സത്യമനുസരിച്ച് ന്യായമനുസരിച്ച് വിധി പറയുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരാൾ ന്യായം മനസ്സിലാക്കുന്നു എന്നിട്ട് ഫജാറഫിൽ ഹുക്മി, സത്യം മനസ്സിലാക്കി സത്യത്തിന് വിരുദ്ധമായി അന്യായമായി വിധി പറഞ്ഞു, അയാൾ നരകത്തിലാണ്. വറജുലുൻ ഖലാലിന്ന അലാ ജഹലിൻ ഫഹുവ ഫിന്നാർ. കാര്യം മനസ്സിലാക്കാതെ അറിവില്ലായ്മ കൊണ്ട് വിധി പറഞ്ഞു, അവനും നരകത്തിലാണ്. അപ്പൊ ഒന്ന് ഹക്ക് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ വിധി പറയുന്നവനും ഹക്ക് മനസ്സിലാക്കാതെ വിധി പറയുന്നവനും രണ്ടുപേരും നരകത്തിലാകുന്നു. ന്യായം മനസ്സിലാക്കി അതനുസരിച്ച് വിധി പറയുന്നവരാണ് സ്വർഗത്തിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോക്കുന്ന സമൂഹത്തിൽ അങ്ങനെ ഒരു നീതിയുടെ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പല മേഖലകളും നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ 2 തരത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നരകത്തിലാണ്. അപ്പോൾ എവിടെയും നീതി നടപ്പിലാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അത് പാലിക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ. അതിന് വിരുദ്ധമാണ് അനീതി എന്ന് പറയുന്നത്. അത്തരം ഒരു കാര്യം ഇങ്ങനെയുള്ള ഏതെങ്കിലും അവസരത്തിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. 20-ാമത്തെ കാര്യം, ആളുകളോട് അല്ലെങ്കിൽ ഭരണപരമായ നേതൃസ്ഥാനങ്ങൾ ലഭിക്കുന്ന ആളുകൾ, അത് രാജ്യത്തിന്റെ ഭരണമായാലും സ്റ്റേറ്റിന്റെ ഭരണമായാലും പഞ്ചായത്ത് വാർഡിൻ്റെതായിരുന്നാലും ഇനി അതല്ല വീട്ടിലാണെങ്കിലും പള്ളിക്കമ്മിറ്റിയിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും പാർട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, തനിക്ക് ഏൽപ്പിക്കപ്പെട്ട അധികാരത്തിൽ അതിന്റെ കീഴിൽ വരുന്ന ആളുകളോട് വഞ്ചന പുലർത്തുന്ന ആളുകൾ. മാമിൻ അബ്ദിൻ യസ്തഹീഹില്ലാഹു റഅയ്യതൻ യമൂതു യൗമ യമൂതു വഹുവ ഗാസുൻ ലിറഅയ്യതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. അള്ളാഹു ഒരാൾക്ക് ഒരു അധികാരം ഏൽപ്പിച്ചു, പക്ഷേ ആ അധികാരത്തിൽ അയാൾ അതിന്റെ കീഴിലുള്ള ആളുകളെ വഞ്ചിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചു പോകുന്നത് എങ്കിൽ അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവനെന്തായി? നരകം അനിവാര്യമായി മാറി. അപ്പൊ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ അതിന് കീഴിലുള്ള ആളുകളോട് യാതൊരു തരത്തിലുള്ള ചതിയും വഞ്ചനയും നടത്താൻ പാടില്ല. ഇന്ന് എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്, മതസംഘടനകളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ചതിയും വഞ്ചനകളും കുരുട്ടും മാത്രമാകുന്നു. 21-ാമത്തെ കാര്യം, റൂഹുള്ള ജീവനുള്ളവയുടെ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും അവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുക. കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. പലപ്പോഴും നമ്മൾ കേട്ടതാണ്, തസ്വീർ നടത്തുന്ന ആളുകൾ നരകത്തിലാണ്, അവരെല്ലാം നരകത്തിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവക്ക് പരലോകത്ത് അവയെ കൊണ്ടുവരികയും എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവനെ നരകത്തിൽ വെച്ച് ശിക്ഷിക്കുകയും ചെയ്യും എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പിന്നെ രൂപമുണ്ടാക്കലും വരക്കലും അത്തരം കാര്യങ്ങൾ പാടെ നിഷിദ്ധമാണ് എന്നതിൽ തർക്കമില്ല. ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് സലഫി പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത് അതും ഈ പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽ പെടും എന്നതാണ് വിഷയം. അതല്ലാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 22, 23, 24 3 കാര്യങ്ങൾ ഉറച്ച ഹദീസിൽ കാണാം. അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതാരാണ്? ദുർബലന്മാരായ ആളുകളാണ്. എന്നാൽ നരകത്തിന്റെ ആളുകൾ ആരാണ്? അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവർ കുല്ലു ഉതുല്ലിൻ ജവാദിൻ മുസ്തക്ബിരിൻ. ഉതുല്ല് എന്ന് പറഞ്ഞാൽ അശ്ശദീദുൽ ഗലീദുൽ ലദീ ലാ യലീലു ലിൽ ഹഖി വലാ ലിൽ ഖൽഖ്. സത്യത്തിനോ സൃഷ്ടികൾക്കോ കീഴ്പ്പെടാത്ത, അവരോട് ലീന് സൗമ്യമായ നിലപാട് കാണിക്കാത്ത പരുഷ സ്വഭാവക്കാരായ ആളുകൾ, അതാണ് ഉതുൽ. ജവാദ് എന്ന് പറഞ്ഞാൽ അശ്ശഹീഹുൽ ബഖീലു ഫഹുവ ജമ്മാഉൽ മന്നാഉ. അവൻ കടുത്ത പിശുക്കനാണ്, സമ്പത്ത് ഉണ്ടാക്കുന്നവനാണ്, ശേഖരിക്കുന്നവനാണ്, പക്ഷെ അത് ആളുകൾ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവനാണ്. അങ്ങനെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ സമ്പത്തുണ്ടാക്കി പിന്നെ പിശുക്ക് കാണിക്കുന്നവൻ, അതാണ് ജവ്വാ. വൽ മുസ്തക്ബിർ, അവൻ സത്യത്തെ അവഗണിക്കുകയും സത്യത്തെ തള്ളുകയും ജനങ്ങളെ അവഗണിക്കുകയും നിസ്സാരമായി കാണുകയും ചെയ്യുന്ന, ശരിയുടെയും സത്യത്തിന്റെയും വിരോധിയായി നിൽക്കുന്ന ആളുകൾ, അഹങ്കാരികൾ, കിബറുള്ള ആളുകൾ. ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസ് നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു,
കിബിരിയ എന്നത് രിദാഇ എന്റെ മേൽവസ്ത്രമാണ്, മേൽമുണ്ടാണ്. വൽ അലമത്തു ഇസാരി മഹത്വം എന്ന് പറയുന്നത് എന്റെ തുണിയാണ്. ആരാണ് ഫമൻ നാസാനി വാഹിദൻ മിൻഹുമ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനോട് എന്നോട് ആരാണോ എതിരിടാൻ വരുന്നത്, തർക്കിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ മത്സരിക്കാൻ വരുന്നത്, ഫദത്തുഹു പിന്നാർ, അവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് സുനൻ അബൂദാബിദിലെ ഹദീസ് നമുക്ക് കാണാം. അപ്പൊ കിബിർ മനുഷ്യന് ചോദിച്ചതല്ല, അതിന് മാത്രം മനുഷ്യനൊന്നുമില്ല. അള്ളാഹുവാണ് കിബിരിയാഹിന് അർഹതപ്പെട്ടവൻ. അതിന് ആ മനുഷ്യൻ ആ സ്വഭാവം സ്വീകരിച്ചാൽ അള്ളാഹു അവനെ നരകത്തിലെറിയും. 25ാമത്തെ കാര്യം, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി. അത്തരം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമാ യുജർജിറു ഫീ ബത്നിഹി നാറൻ മിൻ ജഹന്നം, നരകത്തിൽ നിന്നുള്ള തീയാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആള് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നിപ്പോ ലോകത്തുള്ള ഏറ്റവും വലിയൊരു പണക്കാരനും ഒരു രാഷ്ട്രത്തലവനും, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അയാളുടെ വിമാനത്തിന്റെ ഉള്ളിൽ പോലും സ്വർണം കൊണ്ട് അലങ്കരിച്ചു എന്ന്, അയാളുടെ രാജ്യത്തിന്റെ വിമാനത്തേക്കാൾ വലുതാണ് പോലും അയാൾ ഉപയോഗിക്കുന്ന വിമാനം, സ്വന്തം പൈസ ഉണ്ടാക്കി. ഇത്ര വലിയ പണക്കാരനാണ്, പേര് പറയാൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ ലോകത്ത് സ്വർണവും വെള്ളിയും ഒക്കെ അലങ്കാരത്തിനും ആഡംബരത്തിനും വേണ്ടി അനുവദിച്ച് അല്ലാത്ത മാർഗത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കുള്ള താക്കീതാകുന്നു ഇത്. 26ാമത്തെ വിഷയം, കളവ്, ചീത്ത പറയൽ, പുലഭ്യം പറയൽ, അസഭ്യം പറയൽ, ഇങ്ങനെയുള്ള സംസാരത്തിലുണ്ടാകുന്ന തെറ്റായ കാര്യങ്ങൾ പറയുന്ന ആളുകൾ, പ്രയോഗിക്കുന്ന ആളുകൾ. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ്, മൻ യൽമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി ഔമൻ ലഹുൽ ജന്ന, അവന്റെ 2 താടിയലുകൾക്കിടയിലും തുടകൾക്കിടയിലുമുള്ള, അതായത് നാവിനെയും ഗുഹ്യസ്ഥാനത്തെയും ആര് എനിക്ക് ഉറപ്പ് നൽകുന്നുവോ അവന് സ്വർഗം കൊണ്ട് ഞാൻ ഉറപ്പ് നൽകാം, അല്ലെങ്കിൽ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ മഫ്ഹൂം മുഖാലഫ എന്താണ്? ലൈംഗികാവയവും നാവും തെറ്റായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് സ്വർഗം ഉണ്ടാവുകയില്ല എന്നതാണ്. പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചതായി കാണാം. ഇനി മാത്രമല്ല, വേറെ ചില ഹദീസിൽ ആരാണ് മുഫ്ലിസ്, പാപ്പറായവൻ ആരാണ്, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. പാപ്പറായവൻ ആരാണ്? പണ്ട് ദിർഹമോ ദീനാറോ പൈസ ഇല്ലാത്ത ആളാണ്. ഇപ്പം ഇസ്ലാം സ്വീകരിച്ചെടുത്തു, അല്ല, കുറെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ പരലോകത്താൻ വരുന്നു, ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മറ്റവനെ ആക്രമിച്ചിട്ടുണ്ട്, മറ്റവനെ ശപിച്ചിട്ടുണ്ട്, ഇന്ന ആളുടേത് അന്യായമായി എടുത്തിട്ടുണ്ട് എന്നൊക്കെ വിശദീകരിച്ചെടുത്തു. എന്നിട്ട് പരലോകത്തുമെന്താ, ഇവന്റെ നന്മകൾ അവർക്ക് എടുത്തു കൊടുക്കപ്പെടുന്നു, ഇവന്റെ നന്മ തീരുമ്പോൾ അവരുടെ തിന്മ ഇവന് ചാർത്തപ്പെടുന്നു. അങ്ങനെ ഉള്ളത് പോയി മറ്റുള്ളവന്റെ തിന്മ ഏൽക്കേണ്ടി വരുന്ന ദരിദ്രവാസി, അവനാണ് മുഫ്ലിസ്, പാപ്പറായവൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കൂ, ഇത് സംസാരം കൊണ്ട് നരകത്തിലാകുന്ന ആളുകളെ സംബന്ധിച്ചാണ് മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ബുഖാരി ഉദ്ധരിച്ച നീണ്ട സ്വപ്നത്തിന്റെ ഹദീസിൽ എന്തുകൂടി കാണാം? ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ കാണുകയാണ്. അയാളുടെ അടുക്കൽ ഒരാളുണ്ട്, അയാളുടെ കയ്യിൽ ഒരു കുളത്തുണ്ട്, ഇരുമ്പിന്റെ കുളത്ത്. ആ കുളത്ത കൊണ്ട് ഇവിടെ വായന്റെ ഈ എന്താ പറയാ, കണവായ എന്തിനു പറയും, വായത്തല, ഈ അറ്റത്ത് ആ ഇരുമ്പിന്റെ കുളത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കീറിയിട്ട് ഇല അപാഹു, അയാളുടെ പെരടി വരെ കീറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത ഭാഗം ഇങ്ങനെ കുളത്തിട്ട് കീറുന്നു. രണ്ടാമത്തേത് കീറുമ്പോഴേക്ക് ആദ്യത്തേത് പഴയതുപോലെ കൂടി വരുന്നു. രണ്ടാമത്തെ ശേഷം വീണ്ടും ആദ്യത്തേത് പിന്നെയും വലിച്ചു കീറുന്നു. ഇങ്ങനെ 2 ഭാഗവും കുളത്തിട്ട് വലിച്ചിട്ട് ഇങ്ങനെ പെരടി വരെ കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണ് ഇയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അവസാനം മലക്കുകൾ പറഞ്ഞ മറുപടിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ആളുകൾ അല്ലെങ്കിൽ ഇയാൾ കളവ് പറഞ്ഞ ആളാകുന്നു. കളവ് പറയും. കളവ് തബ്ലുഗു ലാബ, അത് എല്ലാ ദിക്കുകളിലും എത്തും, ലോകം മുഴുവൻ പരക്കും. നമുക്ക് ഒരു പണിയില്ല, ഒരു നുണ ലോകം മുഴുവൻ എത്തിക്കാൻ 1 സെക്കൻഡ് സമയം മതി. വാട്സപ്പിൽ അതുപോലെ ചാനൽ ആ സെക്കൻഡിൽ ലോകം മുഴുവൻ എത്തും. എന്തെല്ലാം ജാതി നുണകളാണ് തൗഹീദിന്റെ ആളുകളെ മുശ്രിക്കാക്കുന്ന, അതുപോലുള്ള സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെ തീവ്രവാദികളാക്കുന്ന, ഇങ്ങനെ എന്തെല്ലാം നുണകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വമ്പൻ നുണകൾ ഭൗതിക താല്പര്യങ്ങൾക്കോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ സംഘടനാ താല്പര്യങ്ങൾക്കോ വേണ്ടി നുണ പറയുന്ന ആളുകൾ അവരെന്താണ്, ഈ തരത്തിലുള്ള ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇതിവിടെ 27 കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. ഇത് ഖുർആനിലും ഹദീസിലും നരകശിക്ഷയുണ്ട് എന്ന് പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ അർത്ഥം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വിശദീകരിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. ഇതല്ലാത്തതൊന്നും തിന്മയല്ലെന്നോ അതൊന്നും ചെയ്താൽ നരകത്തിൽ പോവുകയില്ല എന്നോ മനസ്സിലാക്കരുത്. മറിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നരകത്തിലേക്ക് എത്തിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് പാടെ മാറി നിൽക്കണം. അല്ലേ? നമ്മൾ സാധാരണ പറയും, സാധ്യമായത്ര ഞാൻ തിന്മ ചെയ്യുകയില്ല. അതൊരു തെറ്റായ പ്രയോഗമാണ് എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. സാധ്യമായത്ര എന്ന് പറഞ്ഞത് എവിടെയാ?
കൽപ്പനകൾ പാലിക്കുന്ന വിധത്തിലാണ്. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സാധ്യമായി ചെയ്താൽ മതി. നോമ്പാണെങ്കിലും നിസ്കാരമെങ്കിലും എന്താണെങ്കിലും ശരി. എന്നാൽ തിന്മയുടെ വിഷയത്തിൽ സാധ്യമായത്ര എന്നൊരു പ്രയോഗമല്ല. പിന്നെന്താ? ഞാൻ പരമാവധി തിന്മ കാണാതെക്കും, പരമാവധി പലിശ വാങ്ങാതെക്കും, പരമാവധി വിചരിക്കാതിരിക്കും, അങ്ങനെ പറയാനേ പാടില്ല. പിന്നെന്താ? തീർത്തും. അവിടെ സാധ്യമായത്ര എന്നൊരു പ്രയോഗമല്ല. തിന്മ തീർത്തും പൊടിയുക, നന്മകൾ സാധ്യമായത്ര ചെയ്യുക. ഇതിനൊക്കെ ഹദീസ് തെളിവുണ്ട്, സ്വീകരിക്കാൻ സമയമല്ല. ഇനി ഒരൊറ്റ കാര്യം, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത പല റിവായത്തുകളിലായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ആശയം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന് ശേഷം ചോദിക്കും, നിങ്ങൾ ആരാ സ്വപ്നം കണ്ടത്? അപ്പൊ പലരും നല്ല സ്വപ്നങ്ങൾ കണ്ടത് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹ് എന്ന് പറയും. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു, അങ്ങനെ എനിക്കിങ്ങനെ തോന്നി. അന്ന് എൻ്റെ വീട് പള്ളിയാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അന്ന് എൻ്റെ വീട് പള്ളിയാണ്, കാരണം പള്ളിയിലാണ് കിടക്കുന്നത്. കല്യാണം കഴിച്ചപ്പോൾ വീട്ടിലേക്ക് താമസം മാറ്റി. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ഈ ആളുകളൊക്കെ പല പല സ്വപ്നവും കണ്ടിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ നബി ചോദിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ എൻ്റെ സ്വന്തം നഫ്സിനോട് പറഞ്ഞു, ലൗ കാന ഫീക ഖൈറുൻ, സ്വയം ഇങ്ങനെ പറയാൻ, നിന്നിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ ലറഅയ്ത മിസ്ലമാ യറാ ഹൗലായി, ഈ ആളുകൾ കാണുന്നത് പോലെ എന്തെങ്കിലും സ്വപ്നം നീയും കാണുമല്ലോ എന്ന്. അങ്ങനെ ഫലംല, ഒരു രാത്രി ഞാനിങ്ങനെ ചെരിഞ്ഞു കടന്നു. ഫഖുൽതു, അപ്പൊ ഞാൻ അള്ളാഹുവിനെ അങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു ഫിയ്യ ഖൈറൻ ഫഅരിനി റുഅ്യ, അള്ളാഹുവെ എന്നിൽ വല്ല ഹൈറുമുണ്ടെങ്കിൽ നീ എനിക്ക് ഒരു സ്വപ്നം കാണിച്ചു തരണേ. അങ്ങനെ അല്ലെ, ഒരു സ്വപ്നം കാണാൻ പൂതിയായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫബൈനമാ അന കദാലിക്, ഞാൻ അങ്ങനെ നിലകൊള്ളുന്നതിനിടയിൽ ഇത് ജാഅനി മലക്കാനി, എന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വന്നു. ഫീ യദി കുല്ലി വാഹിദിൻ മിൻഹുമാ മിഖ്മഅ മിൻ ഹദീദ്, ഇരുമ്പിന്റെ രണ്ട് ദണ്ടുകൾ അടിക്കുന്ന ഹാമർ പോലെ സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. യുഖ്ബിലാനി ബി ഇലാ ജഹന്നം, നല്ല സ്വപ്ന, കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? നരകത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. വഅന ബൈനഹുമാ, ഈ രണ്ട് മലക്കുകൾക്കിടയിലാണ് ഞാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹന്നം. ഇത് കണ്ടപ്പോ അല്ലാഹു റളിയല്ലാഹു ഉറക്കിൽ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ട അനുഭവമാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നരകത്തിൽ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അങ്ങനെ തുമ്മ ഉറാനി ലഖിയനി മലക്കുൻ ഫീ യദിഹി മിഖ്മഅ മിൻ ഹദീദിൻ ഫഖാല ലൻ തുറാ നിഅമർ റജുലു അൻത. ഈ അടിക്കുന്ന സാധനം ഇരുമ്പിന്റെ ദണ്ട് കണ്ടപ്പോ പേടിച്ചു. മലക്കനോട് പറഞ്ഞു, നീ പേടിക്കേണ്ടതില്ല, നിഅമർ റജുലു അൻത, നീ എത്ര നല്ല മനുഷ്യൻ. ലൗ കുന്ത തുക്സിറു സ്വലാ, നീ നമസ്കാരം വർദ്ധിപ്പിക്കുന്നവനാണെങ്കിൽ. വേറെ റിവായത്തിൽ നീ രാത്രി നമസ്കാരം വർദ്ധിപ്പിക്കുന്നവനാണെങ്കിൽ എന്ന് ഈ സ്വപ്നത്തെക്കുറിച്ച് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇവിടെ പറഞ്ഞത് തുക്സിറു സ്വലാത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്നെയും കൊണ്ട് അവർ പോയി. അങ്ങനെ നരകത്തിന്റെ അലാ സബീലി ജഹന്നം, നരകത്തിന്റെ വക്കിൽ നിന്നു. ഫൈദാഹിയ മഖ്വിയത്തുൻ കതയ്യിൽ ബിർ, കിണറിന്റെ മടക്കുകൾ പോലെ നരകത്തിന് ചില മടക്കുകളായി ഞാൻ കണ്ടു. അതായത് ലഹു ഖുറൂനുൻ കഖർനിൽ ബിരി, കിണറിന്റെ നമ്മൾ പടവ് നില പറയാം, സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലെ നരകത്തിന് ചില സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഓരോ സ്റ്റെപ്പിനും പടവിനും ഇടയിൽ ദണ്ട് പിടിച്ച മലക്കുകളുണ്ട്. വഅറാ ഫീഹാ റിജാലൻ മുഅല്ലഖീന ബിസ്സലാസിൽ, കൊളത്തുകളിൽ തൂങ്ങിക്കിടക്കുന്ന കുറെ ആളുകളെ ഈ നരകത്തിൽ ഈ പടവുകൾക്കിടയിൽ ഞാൻ കണ്ടു. റുഊസുഹും അഷ്ഫലുഹും, അവരുടെ തല താഴോട്ടാണ്, തലകീഴായി കൊളത്തുകളിൽ തൂങ്ങിക്കിടക്കുന്ന ആളുകളെ നരകത്തിൽ ഞാൻ കണ്ടു. അറത്തു ഫീഹാ റിജാലൻ മിൻ ഖുറൈശ്, അതിൽ ഖുറൈശികളിൽപ്പെട്ട ചില ആളുകളെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടുകാരായ ഖുറൈശികളായ ചില ആളുകളാണ്. ഫൻസറഫു ബി അൻ ദാത്തിൽ യമീൻ, വലതു ഭാഗത്തിലൂടെ എന്നെ മലക്കുകൾ അവിടെ തിരിഞ്ഞു പോകുന്നു. ഇങ്ങനെ കണ്ട കാഴ്ചയാണ്. എന്നിട്ട് വേറെ ചില ഹദീസിൽ കാണാം, ഹഫ്സ റളിയല്ലാഹു അൻഹയോട്, തങ്ങളോട് ഈ സ്വപ്ന വിവരം പറഞ്ഞു. ഇങ്ങനെ എന്റെ ആങ്ങള ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മലക്കുകൾ പറഞ്ഞതുപോലെ, നിഅമർ റജുലു അൻത, നീ എത്ര നല്ല മനുഷ്യൻ. ലൗ തുക്സിറു സ്വലാത്ത ഫിൽ ലൈൽ, രാത്രി നമസ്കാരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ. അപ്പൊ രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്വപ്നം കാണാൻ പൂതിയായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം, അള്ളാഹു കാണിച്ചു കൊടുത്ത സ്വപ്നം എന്താണ്, പ്രാർത്ഥിച്ചിട്ടുള്ള കാണിച്ച സ്വപ്നം എന്താണ് എന്നും മനസ്സിലാക്കുക. അവിടെ എന്താ, നരകത്തിലേക്ക് പോകാവുന്ന, നരകത്തെ പേടിക്കാനും സൂക്ഷിക്കാനുമുള്ള ഒരു താക്കീത് എന്നുള്ള നിലക്കാകാം അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ഈ സ്വപ്നം അള്ളാഹു കാണിച്ചു കൊടുത്തത്. അതിന് പരിഹാര മാർഗമായോ രാത്രി നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നതും. അപ്പോഴാ നിഅമർ റജുലു അൻത, നീ എത്ര നല്ല മനുഷ്യൻ. ഈ സ്വപ്നത്തിന് ശേഷം രാത്രി നമസ്കാരം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കാറേ ഉണ്ടായിരുന്നില്ല എന്ന് വേറെ ചില ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ഈ ഹദീസ് നേരത്തെ പറഞ്ഞ
പുസ്തകങ്ങൾ കണ്ടതല്ല, അതിൽ ഈ വിഷയം കൊടുത്തിട്ടില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. എന്ത്, ഒരു ഒറ്റ സഹാബിയും നരകം സ്വപ്നം കണ്ടിട്ടില്ല എന്ന് ആരോ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഇവിടെ അബ്ദുല്ലാഹി ഉമർ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ സഹാബിയാണ് നരകം സ്വപ്നം കാണുന്നത്. ചിലപ്പോൾ നമ്മളും കാണുന്നുണ്ടാവും, ഭീകരമായ പല സ്വപ്നങ്ങളും കാണും. അള്ളാഹുവിനെ രക്ഷ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതുപോലുള്ള നരകത്തിലേക്ക് എത്താവും കാരണമായി തീരുന്ന തിന്മകൾ പാടെ നമ്മൾ വെടിയുക, അതല്ലാത്ത തിന്മകളും ഒഴിവാക്കുക. ഇനി ഇതിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില വഴികൾ, ഒരു 10-12 കാര്യം ഉണ്ടായിരുന്നു, ഇനി പറയാൻ സമയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് ഒന്ന് കിട്ടുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴികൾ, അതിൽ അത്തരം വിഷയങ്ങൾ ചിലത് വന്നിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തിന്മകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഷിർക്ക്, കുഫ്റ്, നിഫാഖ്, അത് പിന്നെ ശാശ്വതമായി നരകത്തിലെത്തുന്ന കാര്യങ്ങളാണ്. ഒരാൾ വിശ്വാസി ആയതിനു ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ അവനും അത് തന്നെയായിരിക്കും ഗതി. അതുകൊണ്ട് ഒരിക്കലും ഈ 27 ആ 3 കൂട്ടിയാൽ ഇത്തരത്തിലുള്ള ഒരു തിന്മയും നമ്മളിൽ ഉണ്ടാകരുത്. റമദാനിൽ അതുപോലെ തന്നെ ചില ഹദീസുകൾ റമദാൻ എന്ന് പറയാതെ തന്നെ എല്ലാ രാത്രിയിലും അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. റമദാനിന്റെ രാത്രികളിൽ മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റമദാൻ അതിനുള്ളതാണ്. അതിന്റെ പകുതി പിന്നിട്ട് കഴിഞ്ഞു. നരകത്തിൽ നിന്ന് മുക്തരാകാൻ ഉള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വലൗ ബിശിഖ്ഖി തംറ, ചിലപ്പോൾ ഒരു കാരക്കന്റെ ഒരു കഷ്ണമാകാം നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ഉപകാരപ്പെടുന്ന വിഷയം. നമുക്കത് നിസ്സാരമായി കാണാം. ഒരു കാരക്കയുടെ ഒരു കീറ് നമ്മുടെ നാട്ടിൽ ഒക്കെ വളരെ നിസ്സാരമായിരിക്കും. അങ്ങനെ, അല്ലെങ്കിൽ ബികലിമ, നല്ല ഒരു വാക്ക് നിസ്സാരമായി നമുക്ക് തോന്നാം, പക്ഷെ അത് നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താം. അങ്ങനെ സർവ്വ നിസ്സാരമായി തോന്നാവുന്ന നന്മകൾ അള്ളാഹുവിന്റെ അടുക്കൽ കനം തൂങ്ങുന്നവയാണ്. അത്തരം നന്മകൾ ചെയ്തുകൊണ്ടും പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നുകൊണ്ടും സ്വർഗപ്രവേശനം സാധ്യമാവുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.